നീ സിഗരറ്റ് വലിക്കോ? നീ കുടിക്കോ? ഇല്ല. ലൈൻ വല്ലതും ഉണ്ടാ? ഇല്ല. നീ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാറുണ്ടോ? ഇല്ല. നിന്നെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്തേലും ഒരു സാധനം ഉണ്ടെന്ന് പറ. എന്നാ ഉണ്ട്. എന്തുണ്ട്? നല്ല ദാരിദ്ര്യമുണ്ട്. എനിക്ക് ഉത്തരം കിട്ടിയാളിയാ. നിനക്ക് മടിയാണ്. നിനക്കൊന്ന് വാ തുറന്ന് ചിരിക്കാൻ പോലും ഉള്ള ഒരു അവധിയില്ല. ഞാൻ അത്ര മടിയാണെന്നല്ല, എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ശരീരം അനക്കാറുണ്ട്. ആകെ ആ അനക്കുന്ന ശരീരഭാഗം വലത്തെ കൈയും വായു അല്ലേ ചോറിങ്ങനെ ഉരുട്ടി തിന്നാൻ വേണ്ടി. ബ്രില്യന്റ്. അതെ. ഒരു ഡെയിലി ലൈഫിൽ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞാണ്. രാവിലെ എണീക്കും, എന്നിട്ട് കാപ്പി കുടിക്കും, പിന്നെന്താണ്? പിന്നെ ഉറങ്ങും. ഓക്കെ, അത് കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞ ഉച്ചയ്ക്കുള്ള ആഹാരത്തിന് വേണ്ടി എണീക്കും. വാവ്, വെരി ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട്? ഉച്ചയ്ക്കുള്ള ആഹാരം കഴിച്ചിട്ട് വീണ്ടും കിടക്കും. പിന്നെന്താണ്? പിന്നെ രാത്രിക്കുള്ള ആഹാരത്തിന് വേണ്ടി ഞാൻ വീണ്ടും കാത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് രാവിലത്തേക്കുള്ള കാപ്പിക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കും അല്ലേ? അല്ല, രാത്രി 2 മണിക്ക് ഞാൻ എഴുന്നേക്കും. മൂത്രം ഒഴിക്കാനായിരിക്കും. റോങ്. ഫ്രൂട്ട്സ് കഴിക്കാൻ. എടേ, നിന്റെ ജീവിതത്തിൽ ഇതല്ല വേറെ ഒന്നും നടക്കുന്നില്ലേ? ഉണ്ട്. രാവിലത്തെ കാപ്പിക്കും ഉച്ചക്കലത്തേക്കും ഇടയ്ക്ക് ഞാൻ കുറച്ച് പച്ചരി പൊടിച്ച് തിന്നും. നിന്റെ വീട്ടിൽ ഒരു മാസം എത്ര 5 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇടുന്ന? ഉച്ചക്കത്തെ ചോറിനും വൈകിട്ടിനും ഇടയ്ക്ക് ഞാൻ കുറച്ച് കരിപ്പോട്ടി തിന്നും. എടാ, നടക്കുന്ന ബേക്കറി ചുമ്മാതെ ഇങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞിരിക്കാതെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വെച്ചിട്ട് ജീവിക്കാൻ നോക്ക്. ഒരു ലക്ഷ്യമില്ല. കുറച്ച് പരിപ്പട തരൂ എനിക്കും കൂടാ. ഇല്ല. ഓണത്തിന് ഡ്രസ് എടുക്കണ്ടേ? മുണ്ടും ഷർട്ടും ജുബ്ബ കയ്യില്, വേറെ ടീഷർട്ടും കയ്യില്, വേറെ തോർത്തും ബനിയനും. എന്തെങ്കിലും മെഴുവി വെക്കാതെ ഒരു കാര്യമായിട്ടുള്ള ഒരു പോയിന്റ് പറ. എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് ഞാൻ ക്ലാസ്സിനകത്തിട്ട് പടക്കം പൊട്ടിച്ചിരിക്കും. വിനായക, പടക്കം പൊട്ടിക്കുന്നതിന് മുമ്പേ പറയണം എനിക്ക് ലക്ഷ്മിക്ക് ഇറങ്ങി ഓടാനാണ്. പടക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ലക്ഷ്മിയുടെ പേര് എടുത്തിട്ട് എടാ, ഇവൻ ക്ലാസ്സിലിട്ട് പടക്കം പൊട്ടിക്കുമ്പോ സാറ് ഞങ്ങളെ തൂക്കൂലേ? അപ്പൊ പടക്കത്തിന്റെ പേര് പറഞ്ഞ ലക്ഷ്മിയുടെ പേര് എടുത്ത് ഇവിടെ ഇട്ട് എന്തിന്? എടാ, ഇവനെന്താ എന്റെ കാമുകയല്ലേ ലക്ഷ്മി? നിനക്കെന്താണ്? നിന്റെ കാമുകിയാവുമ്പോ അവളെന്റെ പെങ്ങളല്ലടാ. നീ എന്തിനാ എന്റെ ഇടയിൽ വന്ന് കയറിയത്? വെറുതെ ചുമ്മാ. ഓണത്തിനെ കുറിച്ച് പറയടാ ഒന്ന്. നമ്മളെ വാഴയിലെ ഉണക്കി അത് മുണ്ടായിട്ട് കൊടുക്കാം. 6 പാക്ക് ഉള്ള മാവേലിയാണ് ഇത്തവണ ഓണത്തിന്. ഇത്തവണത്തെ അത്തപ്പൂ ഡിജിറ്റൽ അത്തപ്പൂ ആയിരിക്കും. അതെന്ത് ഇത്തവണ അക്ഷയക്കാരാ പൂടുന്ന? നമ്മള് നിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് അറിയുന്നതാണ് നീ ഇങ്ങനത്തെ തമാശകൾ നമ്മുടെ ഇറക്കുന്ന. ഈ സെയിം സാധനം എന്റെ മൈൻഡ് വന്നേ, ഞാൻ പറയായിരുന്നേ. കാര്യമായി ക്ലാസ്സിലെ പെൺകുട്ടികൾ എന്ത് ഡ്രസ് ഇടുന്നത്? ഞാൻ എന്ത് ക്ലാസ്സിലെ പെൺകുട്ടി അവിടുത്തെ ചോദിക്കണം? എടാ, നിന്റെ വിചാരം ഇത് തമാശയാണെന്നാണ്? അതില് കുറച്ച് തമാശ ഉണ്ടായിരുന്നു കേട്ടാ. നിന്റെ ഈ തമാശ ആണല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് ഇവിടെ വേറെ എന്തിനാണ് ചെരുപ്പ്? പെണ്ണുങ്ങൾ ഏത് ഡ്രസ് ഇട്ടാന്ന് അറിയണം. സത്യം. നമ്മൾ ഗേൾസും ബോയ്സും തമ്മിൽ ഒരു മാച്ചിങ് വരണ്ടേ? അതിനാ. ഇയാള് കൂടുതൽ മാച്ചിങ് ഒന്നും ഉണ്ടാക്കണ്ട കേട്ടാ. ഇയാളെ കാര്യം നോക്കി ഇരി. കള്ളുടിക്കാനല്ലേ ഇയാൾ വരുന്നത്? ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്. അതിനെ പറ്റി എന്താ ഒന്നും സംസാരിക്കാത്ത? അതൊന്നും വേണ്ട. ഈ കള്ളുടിച്ചൊന്നും ഇവന്റെ സ്വഭാവം കിടക്കൊന്നും അല്ല. എടുത്തിട്ട് അടിക്കുമല്ലേ. എന്നെ വേറെ ക്ലാസ്സിലെ ആളുകൾ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് വേറെ എവിടെയും പിടിപാടില്ലെന്ന്. എല്ലാരും 600 രൂപ വെച്ചിടുന്നു. എന്താ പറയുന്നു? 1000 വെച്ചിട്ട് എന്നാലേ ഒരു ഉഷാറുള്ളൂ. അപ്പൊ പൈസ ഞാൻ കളക്ട് ചെയ്തങ്ങ് തുടങ്ങാം. അപ്പൊ ഇത്തവണ ഓണപരിപാടി ഇല്ലല്ലേ? എന്താ ഞാൻ കള്ളനാ? ആശുപത്രി പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് സാധനങ്ങൾ എത്തിയിട്ടുമുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താൽ നീ കള്ള. നീ മറ്റേ പറഞ്ഞു വിടറ എന്റെ കഷ്ടപ്പാട്. ഞാൻ മറന്നു. തേനി പോയി ഉടുപ്പിന് വേണ്ടി, ഗൂഡല്ലൂർ പോയി പടക്കത്തിന് വേണ്ടി, പട്ടുനൂൽ പുഴുവിനെ കേരളത്തിൽ കൊണ്ടുവന്ന് മെരിക്ക് ഉരുക്കി അരിക്കി എടുത്ത് ഓണത്തിനുള്ള പെമ്പുള്ളവർക്ക് പട്ടും അവിടെ തച്ചു കൊടുത്തവൻ. കൊണ്ടുവന്നു. തച്ച വേറെ ആളാ. പാലക്കാട് പോയി അരി കുത്തി. ഒന്നരിയാ. ഒതന്റിക് ആയിട്ടുള്ള ഓണാഘോഷമാണ് ഞാൻ കൊണ്ടുവന്ന. എന്നിട്ട് അവൻ കള്ളൻ. അവന്മാര് ഇനി നിന്നെ കള്ളാന്ന് വിളിക്കും. ഓട്ടട കള്ള. ഇതിപ്പോ അവന്മാരെക്കാട്ടി നീയാണ് എന്നെ കള്ളാന്ന് വിളിക്കുന്നത്. സോറിയട കള്ള. പുല്ല് പറഞ്ഞു തുടങ്ങിയ വേറൊരു കാര്യത്തിലും ചെന്ന് അവസാനിച്ച വേറെ ഏതോ ഒരു കാര്യത്തിലും ഇത്തവണത്തെ ഓണവും പോയി കിട്ടി. നമ്മളെ 4 പേരുടെ കാര്യം നമ്മൾ 4 പേരല്ലാണ്ട് 5ാമത് ഒരാളും കൂടെ അറിയുന്നുണ്ട്. അതാര്? ഇപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം. ആശിർ, നമുക്കിന്ന് ബീച്ചിൽ പോയാലാ? ഇപ്പൊ കണ്ടോ? നമ്മളൊന്ന് ബീച്ചിൽ പോയിട്ട് വരാവേ കേട്ടോ. മൈലാഞ്ചി വണ്ണ ഇപ്പൊ അവളെ വിളിച്ചറിയിക്കും നമ്മൾ ബീച്ചിലല്ല വയലിലാണ് എത്തിയെന്ന്. കണ്ടോ? ബീച്ചിലല്ല കേട്ടോ വന്നത്, വയലില്ല. പിന്നെ ഇവിടെ 38 മാവുണ്ട്, 48 തെങ്ങുണ്ട്, പിന്നെ 3 പനയുണ്ട് കേട്ടോ. ബാക്കി അപ്ഡേറ്റ് തരാവേ. എല്ലാ അപ്ഡേറ്റ് അവളെ വിളിച്ച് അപ്പ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണ? ഇനി ചിലപ്പം ഒരു മലയിൽ പോകും, ഒരു സൺറൈസ് കാണാൻ പറ്റിയ. പകലാ സൺറൈസ്. ഇതിപ്പോ അങ്ങനെ വിളിച്ച് അതേപോലെ പറയും കേട്ടോ. അപ്പൊ സൺറൈസ് കാണാൻ വേണ്ടി ഒരു മലയുടെ മണ്ടേ പോകും കേട്ടോ. ബാക്കി ഞാൻ അറിയിക്കാം കേട്ടോ. കിട്ടിയോ? ഹലോ, പോയാ? എനിക്കും പെണ്ണുള്ളതിനേട്ടാ ഞാൻ ഇങ്ങനൊന്നും ചെയ്യൂല. ഞാനും ഇങ്ങനെ വിളിച്ചു പറയത്തില്ല. അതിന് നിനക്ക് വിളിച്ചു പറയാൻ ആരിയിരിക്കുന്നു? അതല്ലേ പറഞ്ഞ ഞാൻ വിളിച്ചു പറയത്തില്ലെന്ന്. നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി പോണ്. എന്റെ എന്തൊക്കെ കാര്യം പെങ്കൊച്ച് അറിഞ്ഞു കാണും. നിന്നെ പറ്റി പറയാനാണെങ്കിൽ ഒരു നല്ല കാര്യം പോലും ഇല്ല. നമ്മൾ 4 പേരിൽ ഒതുങ്ങുന്ന എന്റെ ഇഞ്ചിക്കണ്ണ എന്നുള്ള പേര് പുറം ലോകം എങ്ങനെ അറിഞ്ഞു?
ഇഞ്ചി കണ്ണ കറക്റ്റ് പറയണം നമ്മൾ ഇനി എങ്ങോട്ടാണ് പോണത്. നമ്മൾ കാക്കനാടാണ് പോണം. കാക്കനാട് എന്തിന്? കാക്കയെ പറത്താൻ. ചുമ്മാ നിന്റെ തുള്ളത്തിനെല്ലാം തുള്ളി നിൽക്കുന്ന വെച്ചാൽ എന്നെ ഒരുമാരില്ല വിലയില്ലാത്ത കാണല്ലേ. ചുമ്മാ നടന്ന് ഓരോന്ന്. എടീ ചിലപ്പോ നമ്മള് കാക്കനാട് പോകും കേട്ടോ. കാക്കയെ പറത്താൻ. കഴിച്ച എന്തോ ശരിയായില്ലടാ, എനിക്ക് വയറ് ഭയങ്കര വേദന. അജിന് ഭയങ്കര വയറ് തന്നെയാണ്. ഇന്നലെ അടിപൊളി ദിവസമായിരുന്നു. അടിച്ച് വിറ്റാടി ഞാൻ റോഡിൽ കിടന്ന് ഉരുണ്ട്. ഈ വിനായകനായിട്ട് നമ്മളെ കൂട്ടത്തിൽ കവട്ട അടിച്ച് വിറ്റായിട്ട് ബാറിൽ കയറി ബിയർ സ്വന്തമായിട്ട് തലക്കടിച്ച് പൊട്ടിച്ച് അവിടെ ബോധമില്ല കിടന്ന് അവൻ തന്നെ സ്വന്തമായിട്ട് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി. ഞാനിപ്പോ ജെട്ടിയൊന്നും ഇടാറില്ല, ഭയങ്കര കംഫർട്ടാ. അലയില്ലേ അവൻ ഫ്രീ തിങ്കറാ, അവൻ ജെട്ടിയിടൂല. കുഞ്ഞൂസെ, നമ്മുടെ സംഭാഷണം നിലനിർത്താൻ വേണ്ടി ഞാൻ ഒരു കാര്യം നിനക്ക് അയച്ചു കിട്ടും. ഒരു അടിപൊളി വ്യൂ ഇപ്പൊ അയച്ചാലേ വാട്സപ്പിൽ കയറി നോക്കണേ. എടി കുഞ്ഞൂസെ, അടുത്ത അപ്ഡേറ്റ് ആണ്. ഇന്ന് രാവിലെ ചമ്മന്തി കറിയായിരുന്നു ദോശയോടെ. അങ്ങനെ ആ ചമ്മന്തി കറിയിൽ നിന്ന് 3 കറിവേപ്പില കിട്ടി, 18 കടുകും. അത് 3 ഞാൻ മാറ്റി കളഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ കൂട്ടത്തിൽ അജിന്റെ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ചിരിച്ചാലോ? ഞാൻ ഇപ്പൊ കച്ചൻ ചൊറഞ്ഞു വിളിച്ച് അപ്ഡേറ്റ്. ഞാൻ ഇന്നലെ 2 കിലോ വെളുത്തുള്ളി വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുത്തു, അതും കൂടെ പറ. അപ്ഡേറ്റ്. ഞാൻ ഇന്നലെ റോഡിലിട്ട് 3 അട്ട ചവിട്ടി കൊന്നു. അപ്ഡേറ്റ് ചെയ്യടാ. ഞാൻ ഇന്നലെ 2 കസവിന്റെ മുണ്ട് മേടിച്ചു. അപ്ഡേറ്റ് ചെയ്യും. ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഞാനൊരു കൂസനാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എന്തുകൊണ്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഇതല്ലാതെ അവളോട് വേറൊരു കാര്യം ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് നിലനിൽക്കാൻ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കൂ. എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ ഏത് കാര്യത്തിന്റെ അറ്റം വരെ ഇരുന്ന് ചിന്തിക്കും. കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഓവർ തിങ്കറെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് രണ്ടുപേരും അങ്ങനെയായിപ്പോയി. ഞാനും ഇവനും എന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും ചെന്നെത്തുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. നമ്മൾ ഒരു ദിവസം മരിക്കണമല്ലേ? നമ്മളൊരു ദിവസം മരിക്കും. അപ്പം മരിക്കുമ്പോ ഭയങ്കര വേദനയാണ്ടോ. ആ വേദന നമ്മൾ അനുഭവിക്കണമല്ലേ? എനിക്ക് വയ്യടാ മരിക്കാനൊന്നും. നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാതിരി. അതൊക്കെ മരിച്ചതിന് ശേഷമുള്ളല്ലേ. നമ്മൾ ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിക്കല്ലേ? കല്യാണം കഴിച്ചാൽ രാത്രി ഉമ്മയൊക്കെ വെക്കാം. കല്യാണം കഴിക്കുന്ന പെണ്ണിനൊരു അവിഹിതം ഉണ്ടെങ്കിലാ? നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണ് നമ്മളെ ഇരുത്തിക്കൊണ്ട് തന്നെ വേറൊരുത്തനെ നോക്കുന്നെങ്കിലാ? നമ്മളില്ലാത്ത നേരത്തെ വീട്ടിൽ വേറൊരുത്തനെ വിളിച്ചു വരുത്തുന്നെങ്കിലാ? നമ്മളെടുത്ത് ചിരിച്ചും കളിച്ച് നിന്നിട്ട് അവൾ അവന്റെ കൂടെ പോയാലോ? അയ്യോ, എന്റെ കൊച്ചിന്റെ അച്ഛൻ ഞാൻ അല്ലെങ്കിലാ? ഞാൻ അവളെ അത്രയും സ്നേഹിച്ചിട്ട് അവൾക്ക് എങ്ങനെയാ എന്നെ ചതിക്കാൻ തോന്നിയ? എങ്ങനെ വിശ്വസിക്കൂടാ ഞാൻ അവളുമാരെയൊക്കെ? എനിക്ക് എന്നെ തന്നെ ചില നേരം വിശ്വാസം വരുന്നില്ല. എന്റെ ജീവിതം ഇവിടെ നശിച്ച്. ഞാൻ ഒരു കഴിവില്ലാത്തവനാടാ. നീ മാത്രോ? ഞാനും കഴിവില്ലാത്തവനല്ലേ? അപ്പൊ മൈൻഡ് ഫുള്ള് നെഗറ്റീവ് ആയടാ. നമുക്കൊരു ട്രിപ്പ് പോവാം. പോണ വഴിക്ക് വണ്ടി ഇടിച്ചാലാ? നമ്മൾ ആരെങ്കിലും കൊണ്ട് അങ്ങോട്ട് ഇടിച്ച് രണ്ടുപേരും മരിച്ചു പോയാലാ? അളി, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തത് തെറ്റാണ് അളിയത്. നമുക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്ന? ഈ ആക്സിഡന്റിന്റെ കൂടെ തന്നെ ഒരു കള്ളക്കേസോടെ തലേ വെച്ച് തന്നാലാ? അത് ചുമന്നോണ്ട് ഞാൻ ജയിലിൽ അങ്ങ് കയറുകളിയാ. അളിയത് നീ പോയാ ഞാനത് സഹിക്കൂല. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോടാ, നീയും കാണത്തില്ലേ കൂടെ പ്രതിയായിട്ട്? ശരിയാണല്ലേ? പോലീസൊക്കെ എടുത്തിട്ട് ഇടിക്കൂടാ നമ്മളെ. വെറുതെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി പത്രത്തിൽ ന്യൂസ് വന്നു. ഇതൊന്നും നടന്നില്ലല്ലേ? അത് വിട്. ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടി. പെട്ടെന്ന് ഒരു ഉറങ്ങി എണീക്കുമ്പോ നിന്റെ വീട്ടിൽ ആരുമില്ല, പകരം വേറെ കുറെ ആളുകൾ. നീ എന്ത് ചെയ്യും? ഞാൻ അവിടുന്ന് ഇറങ്ങി പോവും. കാര്യം എന്റെ വീടല്ലല്ലോ. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലേ? സിമ്പിൾ ആയിരിക്കും. ഞാൻ ഇന്നലെ രാത്രി ഇത് ആലോചിച്ച് കരഞ്ഞ്. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോ നിന്റെ അച്ഛൻ നിന്റെ അടുത്ത് പറയാണ്, മോൻ എന്റെ മോനല്ലെന്ന്. അപ്പൊ നീ എന്ത് ചെയ്യും? അല്ലെ അതിരുന്ന് ആലോചിച്ച് നോക്കളിയാ. കരഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ വന്നിട്ട് എന്റെ അടുത്ത് പറയണം, ഞാൻ നിങ്ങളെ മോനല്ലെന്ന്. ഞാൻ മോനല്ലേടാ അയാളാ? ഞാനപ്പോ അയാളെ മോനല്ലേടാ? നമുക്ക് രണ്ടുപേർക്ക് ആരുമില്ല. നമുക്ക് രണ്ടുപേർക്കും ആരുമില്ലേ? എന്നെ അയാള് പറ്റിക്കായിരുന്ന. ഞാൻ പോണ, എനിക്ക് വയ്യ. ആര് ചത്തെന്ന് പറഞ്ഞ ചാടി വീട്ടിൽ നിന്ന്? ആരും ചത്തൊന്നും പറഞ്ഞില്ല, നിന്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞു. നീ എന്നിട്ട് എന്റെ പേര് പറയുന്ന? ഇനി നിന്റെ അച്ഛനും അമ്മ എന്നെ വിളിച്ചോണ്ടിരിക്കും. ഭാഗ്യം എന്റെ പേര് പറഞ്ഞില്ല. നിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ചെറുക്കൻ നിനക്ക് എന്താ? നമ്മളൊക്കെ സ്ഥിരം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ്. നീ റെഡ് മാർക്കിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. പറഞ്ഞ് മനസ്സിലാക്കൊന്നുമില്ല. നീ പറഞ്ഞ കറക്റ്റ് കാര്യമില്ലേ? നിന്റെ വീട്ടിലെ സാഹചര്യമല്ല എന്റെ വീട്ടില്, അതല്ലേ? ഇവനാ നീയൊക്കെ ഇവിടെ പിടിച്ചിരുത്തിക്കുന്ന എന്തോ വലുതിനാണ്. ഇവന്റെ അച്ഛൻ വിളിക്കുന്ന തെറി 1.5 കിലോമീറ്റർ അകലെ എന്നാ കേക്കാം. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നീ 2 കിലോമീറ്റർ മാറിയേക്ക്. ഇവന്റെ അച്ഛൻ വരുമ്പോഴേ ഈ കോമഡി അടിച്ചോണ്ട് ഇവിടെ ഇരിക്കണം കേട്ടാ. 2 കാല് ഡെസ്പാസീത്തോടെ ഡാൻസ് കളിക്കാനല്ല, കാല് നീട്ടി ഒറ്റ ഓട്ടങ്ങ് ഓടണം. അതത്ര പോരടെ. അമ്മ വിളിക്കണേ ആര് സംസാരിക്കും ഇതില്? കൂട്ടുകാരുടെ പേരൻസിന്റെ കണ്ണിലുണ്ണിയായി ഞാൻ തന്നെ സംസാരിക്കാം. എന്റെ അമ്മയൊക്കെ നിന്റെ കൂടെ കാണിക്കുന്ന മൊത്തം അഭിനയമാണ്. പിന്നെ അവരെന്തൊക്കെ പറയുമെന്നറിയാവോ? കണ്ണിലുണ്ണി. മേഴ്സി ആന്റി ഫേക്ക് ആയിരുന്ന? നമുക്ക് ഇന്ന് 12 മണിക്ക് ശേഷം വീട്ടിൽ കയറിയാൽ നീ ഇന്ന് ഇറങ്ങുന്ന കൊള്ളാം, എന്നും ഇറങ്ങാൻ പറ്റും. നാളെ ഇറങ്ങും, മറ്റന്നാളും ഇറങ്ങും. ഇന്ന് ഞാൻ വീട്ടിൽ കയറുന്നില്ല. എങ്ങനെയുണ്ട്? ഞാനൊക്കെ 10ാം ക്ലാസ് തൊട്ടേ വീടിന്റെ വെളിയിൽ ഇറങ്ങി തുടങ്ങിയാണ് രാത്രി. 10ാം ക്ലാസ്സിലൊക്കെ പുറത്തിറങ്ങുന്ന ഞാൻ +2 ആയിരുന്നു. ചുമ്മാ ഞാനും +2 ആയിരുന്നു. നമ്മൾ ഈ പകല് കാണുന്നതാണൊക്കെ അല്ലല്ലേ രാത്രി? എന്ത് ഇരുട്ടാ? എടേ, ഇവനെ വിളിച്ചോണ്ട് വീട്ടിൽ കൊണ്ടാക്കിയാണ്. ആരെ പേര് പറഞ്ഞിറങ്ങിയോ അയാളുടെ അടുത്ത് തന്നെ പറ. ഞാൻ പറഞ്ഞാലും നിന്റെ പേരും ഉണ്ട് കേട്ടാ. അപ്പൊ കൂട്ടായി 3 പേരെ പേരും പറഞ്ഞ ചാടിയത്. മാത്രമല്ല ഡാഡി നിങ്ങളെ വഴക്കുറയത്തോളൂ, എന്നെ വഴക്കുറയില്ല. ഡാഡിക്ക് എന്നെ ഭയങ്കര സ്നേഹം. സത്യം, ആശിറിനെ ഭയങ്കര ഇഷ്ടമാണ്. എടാ, രാത്രി വേറെ കാണാൻ എന്തൊക്കെ ഉണ്ടാ? രാത്രി ഞാൻ കണ്ടോ? വൃത്തിയായിട്ട് സ്വഭാവം കേട്ടോ. എന്തെങ്കിലും പറയുമ്പോ മുണ്ടോക്കി കാണിക്കുന്നു. നിനക്കെന്തറാ? എന്റെ അളിയ എന്നെ പലതും കാണിക്കും. എന്നെ വീട്ടിൽ കൊണ്ടാക്കണേ അളിയ. എന്റെ അച്ഛൻ വിളിക്കുമ്പോൾ ആശിറ നീ തന്നെ പറയണം. വിളിക്കുന്നു. അതിന്റെ അച്ഛൻ വിളിക്കുന്നു. എന്നാ എടുത്തോ.
അമ്മയെ കണക്കല്ലടാ അച്ഛൻ ഫോൺ ഇടറാ. അച്ഛന് മുടി കുറവ്, അമ്മയ്ക്ക് മുടിയുണ്ട്, അല്ല ഒരു വ്യത്യാസവും ഇല്ല. ഹലോ ഡാഡി. ഡാഡി ഞാൻ ഹാഷിർ. ആ തന്തയില്ലാത്തവനാ അജിനെന്തിയെ പ്രിയ സുഹൃത്ത്, അവനെ പെടുന്നുണ്ട് വീട്ടിലാക്കടാ. ഓക്കെ ഡാഡി. ഞാൻ നിന്റെ ഡാഡിയെ ഫേസ്ബുക്കിൽ നിന്ന് അൺഫ്രണ്ട് ചെയ്യാൻ പോവേ. ഈ രാജമൗലിയൊക്കെ എന്താണ് കാണിക്കുന്നത്? അദ്ദേഹം ഒരു ബാഹുബലി എടുത്തതിനു ശേഷം പിന്നെ എന്ത് തിരിച്ചുവരവാണ് നടത്തിയത്? അത് അദ്ദേഹത്തെ ബാധിക്കും. പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്കത് ഒരു വർഷം ഇറങ്ങുന്ന പണത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ്. അത് മാത്രമല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നു. തേങ്ങയ്ക്കാണ് ഈ ഓപ്പൺ ഹേമറിന് അവാർഡ് കൊടുത്തത്. നീ എന്തിനാണ് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. സീരിയസ്ലി എന്തിനാണ് അങ്ങനെ ഒരു അവാർഡ് കൊടുത്തതെന്ന് എനിക്കും ഒരു പിടുത്തമില്ല. അല്ല എന്നാലും അത് എന്തിനു കൊടുത്തു? അത് തന്നെ. ഓപ്പൺ ഹേമർ ഏത് പടം? മറ്റേ നോളൻ. ഈ ടെലിഗ്രാം അയക്കണേ. നടന്മാരെ കാര്യങ്ങൾ ഇതിന്റെ അപ്പുറം കോമഡി. 100 കോടി ഇല്ലെങ്കിൽ അവനെ നനങ്ങൂല. ടോളിവുഡ്, സാൻഡൽവുഡ്, മോളിവുഡ്, ബോളിവുഡ്, ഹോളിവുഡ്, എന്ത് വുഡ്, ഇത് ഒരു വുഡ് ശരിയല്ല. ആർക്കും ആർട്ടിനോടൊരു സ്നേഹമില്ല. അതൊക്കെ ആ പഴയ പടങ്ങൾ എന്ത് രസമായിരുന്നല്ലേ, പ്രകൃതിപരമായ ആർട്ടൊക്കെ ഉണ്ടാക്കി. എന്റെ കയ്യിലെല്ലാം കിട്ടിയിരുന്ന ഞാൻ അടിച്ച് ഞാൻ കൈ കൊടുത്താനാ. മലയാള ഇൻഡസ്ട്രിയെ എടുത്ത് ഞാൻ മോളി കയറ്റിയാനാ. ഇനി നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ. വേണ്ട മിണ്ടായി. നീ പറ. നടൻ യദു കൃഷ്ണയ്ക്ക് ഇത്രയും സാലറിയുടെ ആവശ്യമുണ്ടോ? സാലറിയുടെ കാര്യമല്ല, യദു കൃഷ്ണയ്ക്ക് കരിയറിൽ ഒരു ശ്രദ്ധയില്ല. എന്റെ പൊന്നാളിയാ സത്യം, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. നിങ്ങൾ സിനിമയുടെ കാര്യമൊക്കെ വിട്, നമ്മളെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സിനിമാ കാര്യം വിടും മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആ താല്പര്യമില്ല, നീ മിണ്ടാതിരി. എന്തേലും മനസ്സ് വെച്ചിട്ടാണോ ഹാഷിർ നീ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? തേങ്ങയില്ല, നീ മിണ്ടായിരി. അജയ്ക്ക് ഇപ്പൊ 1 ലക്ഷം രൂപയാണ് സാലറി. അതിലിരിക്കാൻ ജോലി റിസൈൻ ചെയ്തു. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അജയ്ക്ക് ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. ഇവൻ എങ്ങനെ അവന്റെ കരിയർ കൊണ്ടുപോകും? എടാ ഈ പോക്ക് പോവാണെങ്കിൽ അവന്റെ മകളെ കൊണ്ട് എന്റെ മകനെ കെട്ടിക്കേണ്ടി വരും. എന്തായാലും അത്രയും ദാരിദ്ര്യം അവന് വന്നിട്ടില്ല. അത് കാര്യം. ഗൾഫിൽ നല്ലൊരു ജോലി കഴിഞ്ഞിട്ട് ഷാനവാസ് ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തിന്റെ കഴപ്പ്? അവനൊന്നും കരിയറിൽ വലിയ ശ്രദ്ധയില്ല. കരിയറിന്റെ സ്പെല്ലിംഗ് പോലും നേരെ അറിഞ്ഞൂടെ. അളിയൻ പറയലിയ കരിയറിന്റെ സ്പെല്ലിങ്. അല്ല അത് പോട്ടലിയ. എല്ലാവർക്കും ദൈവം ഓരോ കഴിവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ അങ്ങ് ഉരുട്ടി കൊടുക്കാൻ പറ്റും ദൈവത്തിന്. അത് പതിയെ പതിയെ കരിയർ ബിൽഡ് ചെയ്തെടുക്കണം. നമ്മളെ കരിയർ എന്താണ്? കരിയർ എന്ന് പറയുമ്പോ അത് പിന്നെ കരിയർ എന്നൊക്കെ പറയുമ്പോ അല്ല, നമ്മളെ കരിയർ അന്വേഷിച്ച് പോയാ പിന്നെ ഇവരെ കരിയറിനെ പറ്റി ആര് വേവലാതിപ്പെടും? അതാണ് നമ്മളെ കരിയർ. ഉത്തരം കിട്ടി. സൂപ്പർ. ദിസ് വാസ് ദ ആൻസർ ഐ വാസ് സീക്കിംഗ് ഫോർ. ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ഇതിന്റെ ഇടയിൽ കൂടെ ചീത്ത വിളിച്ചാൽ ഇംഗ്ലീഷിൽ. ഓ മാൻ, നോ എഡ്യൂക്കേഷൻ. ഈ നാസക്ക് ഇപ്പൊ കരിയർ ബിൽഡിങ്ങിനെ പറ്റി ഒരു ചിന്തയില്ല. കരിയർ ബിൽഡിംഗ് അല്ലല്ലോ, റോക്കറ്റ് ബിൽഡിംഗ് അല്ലേ? അല്ല ഈ ലാസ്റ്റ് ടൈം അവർ റോക്കറ്റ് വിട്ട് എപ്പോഴാ? അല്ല ഈ തുമ്പയിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത്? ഒന്നുമില്ല, വീട്ടിൽ പോടെ.